സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. രാജിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകന് വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഇപ്പം മകൻ CA പഠിക്കുന്നു. കുറച്ച് നാളായി പഠനം തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഫൈനൽ പാസ്സായിട്ടില്ല. മകൻ്റെ ഏത് കാര്യത്തിലും തടസ്സങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ 28 വയസ്സായ ആൾക്ക് ആകെ മനപ്രയാസത്തിലാണ്. എന്താണ് ചെയ്യേണ്ടതെന്നാണ് അമ്മ ചോദിച്ചത്. 20 വയസ്സ് മുതൽ 17 കൊല്ലം 37 വയസ്സ് വരെ ബുധദശാകാലവും ആ ബുധന് ഒരു പ്രത്യേകത മൂഢൻ അല്ലെങ്കിൽ മൗഢ്യൻ എന്നൊക്കെ പറയുന്ന മൃതപ്രായനായ ദശയാണ്. മൂഢൻ മൗഢ്യൻ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ അർത്ഥം. അതിന് പ്രാപ്തിയില്ല, ഫലദാന ശേഷിയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? 20 വയസ്സ് മുതൽ 37 വയസ്സ് വരെ നല്ല പ്രായം. വിദ്യാഭ്യാസത്തിൻ്റെ ഹയർ സ്റ്റഡീസിലെത്തേണ്ടത്, ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ട കാലം. ഇപ്പോൾ അതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എടുത്തിട്ടില്ല എന്നാണ്. അതെ അതെ, വലിയതാണ്. CA പാസ്സായി കഴിഞ്ഞാൽ നല്ല വരുമാനത്തോടു കൂടി ജോലി കിട്ടും. നല്ല വരുമാനമാണ്. ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രം മതി. CA പാസ്സാവാനും ചില ബുദ്ധിമുട്ടുണ്ട്, എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മൗഢ്യമായതുകൊണ്ടാണ് ആ പഠനവേളകളിൽ മൗഢ്യം, മന്ദത, നിഷ്ക്രിയത്വം, ഉദാസീനത്വം, പഠനം, പരീക്ഷാവേളകൾ, അതിലെ ഇമ്പോർട്ടൻ്റായ പഠനവേളകളിലും ഇമ്പോർട്ടൻ്റായ പരീക്ഷാവേളകളിലും കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുവോ മേലാതാവുകയോ അല്ലെങ്കിൽ കുടുംബത്തിന് സാമ്പത്തിക ക്ഷീണമോ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ വയ്യാവലികളോ ഒക്കെ വന്നിട്ട് മനസ്സ് ബജാറാവുന്ന കാലം, അല്ലെങ്കിൽ ഈ പയ്യന് തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ മടി, മന്ദത, മറ്റേതെങ്കിലും സമരമുറയിലോ മറ്റിടത്തെങ്കിലും ഒക്കെ പോയി കല്ലെറിയോ പിടിക്കുകയോ ഒക്കെ ഉണ്ടായി സസ്പെൻഷൻ, ഡിസ്മിസ് ഇങ്ങനെയൊക്കെയുള്ള വരിക, ചുമലമഷി വീഴുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വംശക്കോ ഗഞ്ചാവോ ഒക്കെ ആരെങ്കിലും ചതിച്ചാലും മതി, അതൊക്കെ വെച്ച് പിടികൂടി പ്രശ്നങ്ങളാകുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അവനവൻ്റെ കുടുംബത്തിൽ അച്ഛനോ ആരെങ്കിലും ഏതെങ്കിലും രാജ്യദ്രോഹമോ മോഷണ കുറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലൊക്കെ പെട്ടിട്ട് വഴികളിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ തൻ്റേതല്ലാത്ത കാര്യങ്ങളാൽ വരുന്നത് കൊണ്ട് കളിയാക്കൽ, ഇതിങ്ങനെയുള്ള അപവാദം, ആരോപണം, മനോദുഃഖം, ഇത് കഴിവുള്ളവനെയും കൊമ്പ് കുത്തിക്കുന്നൊരു കാലമാണ്. അല്ലെങ്കിൽ അവനവൻ്റെ സഹോദരികളോ അല്ലെങ്കിൽ സഹോദരന്മാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധമോ ക്രമരഹിതമോ നീതി നിഷേധമോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം വേണമെന്നില്ല, ചതിയിലോ കെണിയിലോ ഒക്കെ പെടാം. ആ മനോപ്രയാസം ഉൾപ്പെട്ടുകൊണ്ട് പരീക്ഷ എഴുതിയാൽ തോറ്റുപോകും. ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നൊക്കെ തോന്നുന്ന ഏറ്റവും മധുര 17 കാലം, ആ വിദ്യാഭ്യാസത്തിൻ്റെ എവറസ്റ്റ് കൊടുമുടിയിൽ കയറേണ്ട കാലം, ഡിഗ്രി സമ്പാദിക്കേണ്ട കാലം, ആ ഡിഗ്രിയിൽ വരുമാനം, അതുകൊണ്ടൊരു കല്യാണം, കുടുംബജീവിതം, വസ്തു, വീട്, ഭൗതിക നേട്ടങ്ങൾ, ഇവയെല്ലാം സമ്പാദിക്കേണ്ട 37 വയസ്സ് വരെയുള്ള ആ പീരീഡാണ് ബുധദശയാണ്. സൂര്യഗ്രഹവുമായി 13 ഡിഗ്രിയിൽ നിൽക്കുകയാണ്. മൗഢ്യനാണ്, മൂഢനാണ്. ഇതാണ് സംഭവം. ഇതിങ്ങനെ നിൽക്കവേ ഇനി ഇതിൻ്റെ രക്ഷോണെ ഈ ബുധഗ്രഹത്തെ ഏതെങ്കിലും ശുഭഗ്രഹങ്ങൾ വീക്ഷിക്കുകയോ സഹായിക്കുകയോ പുഷ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എങ്കിലും എത്രയെല്ലാം ആളുകൾ സഹായിച്ചാലും അവനോനൊരു പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ മറ്റുള്ളവർക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. വിശക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ശരീരത്തിലല്ലേ അലോപ്പതി മരുന്ന് പോലും പിടിക്കുകയുള്ളൂ. ഇല്ലെങ്കിലും കുത്തിവെച്ചാൽ മരുന്ന് റിജക്റ്റായിപ്പോകും. അല്പമെങ്കിലും ഫലഭൂയിഷ്ടമായ മണ്ണിലെ ഫാക്ടംപോസും അമോണിയായും മറ്റും ഒക്കെ ഇട്ടാലും വളമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അതില്ല, ആ വളവും കൂടെ വേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആ ശുഭഗ്രഹങ്ങളെയെല്ലാം ഒന്ന് പുഷ്ടപ്പെടുത്തി ഈ ബുധനെ വേണ്ട പുഷ്ടി ചെയ്യാനായിട്ട് നവഗ്രഹപ്രീതി ചെയ്യുക ഇമ്മീഡിയറ്റായിട്ട്. കാരണം യൗവനം, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കിടക്കുന്ന ഇതും കുടുംബ ഗാർഹിക ജീവിതത്തിലേക്ക് കിടക്കുന്ന കാലം, ഗൃഹസ്ഥാശ്രമിയായി വരേണ്ട കാലം, ഒത്തിരി ഇമ്പോർട്ടൻ്റ് മാതാപിതാക്കൾക്കും കുടുംബത്തിനും വന്നു ചേരുന്നവർക്കും സഹോദരങ്ങൾക്കും സമൂഹത്തിനൊക്കെ ഗുണം ചെയ്യണമെങ്കിൽ ഈ പ്രായം നമുക്ക് ഉറങ്ങിക്കിടന്നുകൂടാ, നിഷ്ക്രിയനായി കിടന്നുകൂടാ, പരിശ്രമിക്കണം. ബുധനെ ശക്തിപ്പെടുത്തുക. കാരണം കൂടുതലും
ഈ ക്വസ്റ്റ്യൻസിലും ആൻസറിലും വരുന്നത് ബുധൻ്റെ മൗഢ്യമാണ്. സൂര്യഗ്രഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ബുധഗ്രഹമാണ്. അപ്പം കൂടുതൽ മൗഢ്യം വരുന്നതും ഈ ബുധനാണ്. അതുകൊണ്ട് ഈ ബുധൻ്റെ ദശാകാലം വരുന്നവർക്ക് ആണ് കൂടുതൽ മൗഢ്യം വരുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ആ ദശാകാലങ്ങളിൽ ഇല്ലാത്ത കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ ബുധനെ കൂടുതൽ ഈ ക്വസ്റ്റ്യൻസിൽ വരുന്നതും അതിന് മറുപടി പറയുന്നതും എല്ലാം. ബാക്കി ഗ്രഹങ്ങളൊന്നും അത്രയ്ക്ക് ചെറുപ്രായത്തിൽ മൗഢ്യം വന്നാലും വിഷയങ്ങളല്ല. കാരണം വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഏതാണ്ടൊരു 5 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയല്ലേ പ്രധാനമായിട്ട്. ഈ സമയങ്ങളിലെ 17 കൊല്ലവും ബുധൻ്റെ ദശാകാലം വരുന്നവരുണ്ട്. ആ ദശാകാലം യോഗകാരകന്മാരായിട്ടുള്ള ഭദ്രായോഗമൊക്കെ ഉണ്ടെങ്കിൽ ബഹുകേമനായിട്ടങ്ങ് പോകും. വലിയ അധ്വാനമൊന്നും വേണ്ട. അവർക്ക് പുസ്തകവും ബുക്കുമൊക്കെ മേടിച്ച് ഷർട്ടും മുണ്ടും പാൻറ്റും ഒക്കെ മേടിച്ച് കൊടുത്താൽ മതി. അവരങ്ങ് കയറി പൊക്കോളും. ഒരു നേരത്തെ ആഹാരം കൊടുത്താലും മതി. മറ്റേ അതല്ല, എന്തെല്ലാം ചെയ്താലും അവർ ഇത് കടക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. ഒന്നുമില്ലേ അസുഖം, അല്ലെ അപകടം, അല്ലെ നിയമക്കുറ്റം, അല്ലെ അപവാദം, അല്ലെ ആരോപണം, അല്ലെ ബന്ധുജനങ്ങൾക്ക്, സ്വന്തം ജനങ്ങൾക്ക്, മിത്രജനങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് ഒക്കെ എന്തെങ്കിലും അബദ്ധം വന്നിട്ട് അതിൻ്റെ മാനസിക പ്രയാസത്തിൽ ഉലഞ്ഞ് നിൽക്കുന്ന സമയം. ഈ സമയം ഇദ്ദേഹത്തിന് നവഗ്രഹപ്രീതി, അതായത് നവഗ്രഹങ്ങൾക്ക് പത്മമിട്ട് നവധാന്യങ്ങളെ കൊണ്ട് അതിനുള്ള ഹോമവിധികൾ ചെയ്യുക. 9 ധാന്യങ്ങൾ 9 ഗ്രഹങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ട്. നമുക്ക് അരിയാഹാരം പോലെ ചിലർക്ക് പയർ, ചിലർക്ക് ഗോതമ്പ്, ചിലർക്ക് യവം, ചിലർക്ക് കടല എന്ന് പറയുന്ന പോലെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ധാന്യങ്ങൾ. ഒരു പരിധിവരെ പറഞ്ഞാൽ ഭൂമിയിൽ ഈ വിളകൾ ഈ ഗ്രഹങ്ങളിൽ നിന്നുള്ള പ്രത്യുൽപാദനങ്ങളാണ് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇതെങ്ങനെയോ ജൈവശാസ്ത്രപ്രകാരം ഉണ്ടായെന്ന് മറ്റുള്ളവർ പറയുന്നു. ഏതായിരുന്നാലും സൂര്യശൗര്യമഥയന്തുരച്ച പദവിയും എന്ന് തുടങ്ങുന്ന ആ നവഗ്രഹ സ്തോത്രങ്ങൾ കൊണ്ട് നവഗ്രഹ ഹോമങ്ങൾ നവധാന്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിൻ്റെ കൂടെ ബുധന് കൂടുതൽ ശക്തി കിട്ടത്തക്ക രീതിയിൽ ഉള്ള കർമാനുഷ്ഠാനങ്ങളും ചെയ്യുക. നല്ലൊരു മരതകരത്നവും ധരിപ്പിക്കുക. ബുധനാഴ്ചകൾ കഴിവതും ബുധൻ്റെ ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കൊരു 75% മാറും. CA പാസ്സാവും. മറ്റ് ഗുണഗണങ്ങളൊക്കെ ഉണ്ടാവും. 100% കിട്ടത്തില്ല. ഒരു 75% വരെ കിട്ടുക. അതുവരെ കഴിഞ്ഞു വരുന്ന ഖേതുദശയും ശുക്രദശയും ഒക്കെ വളരെ നന്നായിരിക്കും. വലിയ മിടുക്കനാവും കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഒന്ന് കടന്നു കിട്ടാനും ഇത്രയും കഷ്ടപ്പെട്ട CA പാസ്സായി കിട്ടാനും ദുരിതങ്ങൾ മാറി കിട്ടാനും ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ മാറി ഗുണം കിട്ടിയെന്ന് കണ്ടാൽ വീണ്ടും കത്ത് എഴുതുക.